നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് മേടിക്കണം. ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് പറ്റിയ ലാപ്ടോപ്പ് ഏതാണ്, ഈ ഓപ്ഷൻസ് ഉള്ളതെന്ന് അറിയില്ല. ഒരെണ്ണം എടുത്തിട്ട് അവസാനം പെട്ടുപോകുന്ന ഡൗട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ, നിങ്ങൾ എല്ലാ ഡൗട്ടിനുള്ള ഉത്തരങ്ങളും ഞാൻ ക്ലിയർ ചെയ്തത്. സാധാരണ നമ്മൾ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ നോക്കുന്നത് മെയിൻലി 5 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻലി ഉള്ളത് 3 കമ്പനീസുകളാണ്. അതിൽ തന്നെ മെയിൻ പ്ലെയേഴ്സാണ് ഇന്റലും AMD എന്ന് പറയുന്നത്. ഇവരെ ഭയങ്കര പോപ്പുലറായ സീരീസുകളാണ് ഇന്റലിലെ ഹൈ സീരീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AMDന്റെ ഫേമസ് സീരീസ് ആണ് റൈസൺ സീരീസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്പർ കൂടുന്നതനുസരിച്ച് ഇതിന്റെ പെർഫോമൻസും കൂടിക്കൊണ്ടിരിക്കും, അതേപോലെ തന്നെ പൈസയും കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു ചെറിയ ഓഫീസ് കാര്യങ്ങൾക്ക് കുറച്ച് കോഡിംഗ് ഒക്കെ ചെയ്യണം, കുറച്ച് ഗെയിമൊക്കെ കളിക്കണം എന്നൊരു ലെവലാണെങ്കിൽ നിങ്ങൾക്ക് i3 അല്ലെങ്കിൽ റൈസൺ 3 അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് കുറച്ച് ഒരു മോഡറേറ്റ് ലെവലിൽ ഗെയിം കളിക്കണം, കുറച്ചൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യണം, ആ ലെവലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് i5 ചൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഭയങ്കര പ്രൊഫഷണൽ ലെവലിൽ വീഡിയോ എഡിറ്റിങ്ങും ഭയങ്കര ലെവലിൽ ഗെയിമിംഗ് ഒക്കെ കളിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ i7 അല്ലെങ്കിൽ i9 അല്ലെങ്കിൽ റൈസൺ 7 അല്ലെങ്കിൽ റൈസൺ 9 എടുക്കുക. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, ഇത് നല്ല പ്രോ ലെവലാണെങ്കിൽ മാത്രം എടുക്കുക. കാരണം ഈ പ്രൊസസ്സേഴ്സ് വരുന്ന ലാപ്ടോപ്പിനൊക്കെ ഭയങ്കര വിലയാണ്. എന്നാൽ ഇതിനെക്കാളും കോംപ്ലിക്കേറ്റഡ് കാര്യമാണ് ഈ പ്രൊസസ്സേഴ്സിന് പേരിന് ശേഷം വരുന്ന കുറച്ച് നമ്പേഴ്സും അതുപോലെ തന്നെ കുറച്ച് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് ഇതൊരു ജനറേഷൻ കാണിക്കുന്നതാണ്. ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ഇന്റലിൻ്റെ കേസിൽ 14ാമത്തെ, അതുപോലെ തന്നെ AMDന്റെ കേസിൽ 9ാമത്തെ ജനറേഷനിലാണ്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഏതെടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 12th ജെന്നും AMDന്റെ കേസിലാണെങ്കിൽ ഒരു 7th ജെന്നും എടുക്കാൻ ചൂസ് ചെയ്യുക. അതിന് ശേഷം വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസിനെ കാണിക്കുന്നതാണ് രണ്ടിൻ്റെ കേസ്. പിന്നെ വരുന്ന ലെറ്ററാണ് ആ പ്രൊസസ്സറിൻ്റെ സ്വഭാവം തന്നെ കാണിക്കുന്നത്. ഇതിപ്പോൾ Y സീരീസ് ആണെങ്കിൽ അതിന് പെർഫോമൻസ് ഭയങ്കര കുറവായിരിക്കും, എന്നാൽ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര കൂടുതലായിരിക്കുന്നത്. അതിന് ശേഷം വരുന്നതാണ് U സീരീസ് എന്ന് പറഞ്ഞാൽ ഇതിന് Yനെ കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് കൂടുതലാണ്, എന്നാൽ ബാറ്ററി ബാക്കപ്പ് അതേപോലെ കുറയും. പിന്നെ വരുന്നതാണ് P സീരീസ് എന്ന് പറയുന്നത്, അത് യുവിനെക്കാട്ടും കൂടുതൽ പെർഫോമൻസ് കൂടുതലാണ്, എന്നാൽ ബാറ്ററി ബാക്കപ്പ് അതേപോലെ കുറയും. പിന്നെ വരുന്നതാണ് H സീരീസ് എന്ന് പറയുന്നത്, ഇത് Pനെക്കാട്ടും പെർഫോമൻസ് കൂടുതലാണ്, എന്നാൽ ബാറ്ററി ബാക്കപ്പ് Pനെക്കാട്ടും കുറവാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് HX സീരീസ് എന്ന് പറയുന്നത്, ഇത് പറഞ്ഞ പോലെ തന്നെ Hനെക്കാട്ടും കൂടുതൽ പെർഫോമൻസ് കൂടുതലാണ്, എന്നാൽ ബാറ്ററി ബാക്കപ്പ് കുറയും. പിന്നെ ആകെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിൻ്റെ കേസിൽ Hനെക്കാട്ടും പവർ കൂടിയതാണ് HS എന്ന് പറയും, എന്നാൽ AMDന്റെ കേസിൽ Hനെക്കാട്ടും പവർ കുറഞ്ഞതാണ് HS എന്ന് പറയുന്നത്. എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇത് കൂടാതെ തന്നെ ഇന്റലിന് വേറൊരു സീരീസ് ഓഫ് പ്രൊസസ്സേഴ്സ് ഉണ്ട്, അതാണ് ഇന്റൽ കോർ സീരീസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയ AI ഫീച്ചേഴ്സ് കൂടുതലാണ്, മെയിൻലി വരുന്ന നല്ല ഫ്ലാഗ്ഷിപ്പ് ലാപ്ടോപ്സുകളിലേക്ക്. പിന്നുള്ളൊരു കമ്പനിയാണ് സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്നത്. അവർ X+ അതുപോലെ തന്നെ XL8 എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പെർഫോമൻസ് ഉള്ളതാണ് XL8 എന്ന് പറയുന്നത്. ഇത് മെയിൻലി വരുന്ന ഭയങ്കര സ്ലിമ്മായ ഈ മാക്ബുക്കിനെ പോലെ 70 മണിക്കൂറൊക്കെ ബാറ്ററി ബാക്കപ്പ് ഉള്ള ലാപ്ടോപ്സുകളിലാണ്. ഇത് നിങ്ങൾക്ക് ഒരുവിധം പ്രൊഫഷണൽ ലെവൽ കാര്യത്തിനൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത ലെവലിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രാഫിക് കാർഡിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത് നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ നോക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് TCP ഡിസ്പ്ലേ. ഇതാണ് ഭയങ്കര ചീപ്പസ്റ്റ് ആയ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ക്വാളിറ്റിയും ഭയങ്കര കുറവാണ്. ഇത് മെയിൻലി ഭയങ്കര ലോ ബഡ്ജറ്റ് ലാപ്ടോപ്സിലൊക്കെയാണ് വരുന്നത്. ഈ ഡിസ്പ്ലേ വരുന്ന ലാപ്ടോപ്സുകൾ മെയിൻലി ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും, കാരണം നിങ്ങൾക്ക് അത്ര ഒരു അടിപൊളി ഇമേജിന് ക്വാളിറ്റിയോ വീഡിയോ ക്വാളിറ്റിയോ ഒന്നും കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്നതാണ് IPS LCD എന്ന് പറഞ്ഞാൽ, ഇത് TCPനെക്കാട്ടും വീഡിയോസിന് ക്വാളിറ്റി തരുന്ന ഒരു സ്ക്രീനാണിതെന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ മിക്ക ലാപ്ടോപ്സുകളിലും വരുന്നതെന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മിനി LED എന്ന് പറയുന്നത്. ഇത് ആപ്പിളിൻ്റെ മാക്ബുക്സിലാണ് ഇത് മെയിൻലി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് IPS LEDനെക്കാട്ടും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ വരുന്നതാണ് OLED എന്ന് പറയുന്നത്, നല്ല ക്വാളിറ്റിയുള്ള ഈ ബ്ലാക്ക് ഒക്കെ നല്ല കറക്റ്റ് ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന, കളറൊക്കെ നല്ല അക്യൂറേറ്റ് ആയി കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ സ്ക്രീൻ ബേണിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ വരും. പിന്നെ നമ്മുടെ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ നോക്കുന്നൊരു കാര്യമാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം നിങ്ങളൊരു 1080 പിന്നെ HDR സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമ്പോൾ മിനിമം ഒരു 1080 കീപ്പ് ചെയ്യുക. പിന്നെ ഉള്ളൊരു കാര്യമാണ് റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിഫ്രഷ് റേറ്റ് കൂടുന്നതനുസരിച്ച് സ്മൂത്ത്നെസ് കൂടിക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കുറച്ച് പേർക്ക് ഇതിലേതാണ് എനിക്ക് പറ്റുന്ന ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് പിന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 60 Hz ഒരു IPS LCD ഡിസ്പ്ലേ മതി. ഇനി അതല്ല നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഒരു 60 Hz ഈ 100% sRGB സപ്പോർട്ടുള്ള ഡിസ്പ്ലേ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ കറക്റ്റ് അക്യൂറേറ്റ് ആയി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കളർ ബാക്കിയുള്ളവർ കാണുന്ന വേറെ കളറായിരിക്കും. ഇനി അതല്ല നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ കൂടുതൽ റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയ ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടും. ഇനി മൂന്നാമത് നോക്കുന്ന കാര്യമാണ് റാം എന്ന് പറയുന്നത്. എന്താണ് റാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയും. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രൊസസ്സർ ആക്സസ് ചെയ്യുമ്പോൾ ഈ റാമിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റാം കൂടുന്നതനുസരിച്ച് വലിയ ഗെയിംസ് ഒക്കെ പ്ലേ ചെയ്താൽ വലിയൊരു ലാഗ് ഉണ്ടാവില്ല. എന്നാൽ കുറഞ്ഞ റാം ആണെങ്കിൽ സ്പേസ് തികയാത്തതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ കിടന്ന് ലാഗ് ചെയ്യാൻ തുടങ്ങും. അതാണ് സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്ലൈഡർ ഉണ്ടാക്കാൻ, കുറച്ച് വീഡിയോസ് കാണാം, സിനിമ കാണാൻ, അങ്ങനെയൊക്കെയാണെങ്കിൽ 4GB എടുക്കുക. ഇനി അതെല്ലാം കുറച്ച് കോഡിങ് ചെയ്യണം, കുറച്ച് ഗെയിം കളിക്കണം, ആണെങ്കിൽ ഒരു 8GB എടുക്കുക. ഇനി അതല്ല നിങ്ങളൊരു ഹൈ എൻഡ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 60GB റാം എടുക്കുക. പിന്നെ റാമിൻ്റെ കേസിൽ നോക്കേണ്ട വേറെ കാര്യമാണ് ജനറേഷൻ ആണ്. ഇപ്പോഴത്തെ കറണ്ട് ജനറേഷനാണ് DDR5 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ DDR5 എടുക്കുക. ഇനി അതല്ല പൈസ കുറച്ച് കുറവാണെങ്കിൽ DDR4 എടുക്കുക, അതിൻ്റെ താഴേക്ക് പോകാതിരിക്കുക. നാലാമത് നോക്കുന്ന കാര്യമാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മെയിൻലി വരുന്ന ഹാർഡ് ഡിസ്കും അതുപോലെ തന്നെ SSD ആണ്.
ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് പഴയ ലാപ്ടോപ്സിൽ അതുപോലെ തന്നെ കുറച്ച് ഓൾഡ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ SSD കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് പെർഫോമൻസ് ഭയങ്കര കുറവാണ്. പക്ഷേ ഇതിന് നിങ്ങൾക്ക് കുറച്ച് പൈസ കൊടുത്ത് നിങ്ങൾക്ക് കുറേ സ്റ്റോറേജ് കിട്ടും. നിങ്ങൾ സിനിമ കാണാനും അതുപോലെ തന്നെ ചെറിയ സ്ലൈഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് തന്നെ ധാരാളമാണ്. ഇനി അതല്ല നിങ്ങൾ കുറച്ച് കോഡിങ് ചെയ്യാണ്ട് കുറച്ച് ഗെയിം കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ലെവലെങ്കിൽ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു 512 GB അതിനും പൈസ ഇല്ലെങ്കിൽ 256 എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ ഹൈ എൻഡ് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 TB SSD ഉള്ളത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് വേണം അതുപോലെ തന്നെ കുറേ സ്റ്റോറേജും വേണം, എന്നാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾ ഹൈബ്രിഡ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു 512 GB SSD അതിൻ്റെ കൂടെ ഒരു 1 TB ഹാർഡ് ഡിസ്കും കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിമിംഗ് അങ്ങനത്തെ കാര്യത്തിൻ്റെ ഫയലൊക്കെ SSD അതുപോലെ തന്നെ വീഡിയോസ് ഫോട്ടോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുക. അഞ്ചാം നമ്മൾ നോക്കുന്ന കാര്യമാണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡെഡിക്കേറ്റഡും അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസസ്സറിൻ്റെ തന്നെ കൂടെ വരുന്ന ഗ്രാഫിക്സ് ആണ്. ഇതിന് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സിൻ്റെ പെർഫോമൻസ് തരാൻ സാധിക്കില്ല. പിന്നുള്ളതാണ് ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡ് അതിൽ ഫിക്സ് ചെയ്യുന്നതാണ്. ഇതിൽ മെയിനായിട്ടുള്ള കമ്പനിയാണ് ഇൻവേഡിയയും AMD എന്ന് പറയുന്നത്. ഇതിൽ കുറച്ചും കൂടി പോപ്പുലർ ആയ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് ഇൻവേഡിയ തന്നെയാണ്. പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറയുന്നത്. എന്നാൽ AMD ഇത് കുറച്ചും കൂടി ചീപ്പാണ്. അപ്പോൾ അതിൽ കറണ്ട് ജനറേഷൻ എന്ന് പറയുന്നത് 4000 സീരീസ് ആണ്. ഇൻവേഡിയൻ്റെ കേസിൽ മറ്റേത് 7000 സീരീസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ഇനിയും ഒരു 3000 സീരീസ് അതുപോലെ തന്നെ മറ്റേ ഒരു 6000 സീരീസ് എടുക്കുക. ഇനി അതല്ല നിങ്ങൾ പൈസ അത്ര കുറവാണെങ്കിൽ ഒരു 200 സീരീസ് എങ്കിലും എടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു 500 സീരീസ് ഇതിൻ്റെ താഴേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഗ്രാഫിക്സിൻ്റെ കേസിൽ നോക്കുന്ന വേറെ കാര്യമാണ് TGP എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലാപ്ടോപ്പ് ഉണ്ട്. ഇതിൽ ഒന്നിൽ 450 ഗ്രാഫിക്സ് കാർഡ്, പക്ഷേ TGP 40 TGP ആയിരിക്കും. എന്നാൽ മറ്റേതിൻ്റെ 3050 ആയിരിക്കും. എന്നാൽ എൻ്റെ TGP എന്ന് പറയുന്നത് 140 ആയിരിക്കും. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ഓൾമോസ്റ്റ് എല്ലാവരും പറയുക 4050 ആണ്, അതല്ലേ ലേറ്റസ്റ്റ് ഉണ്ട്. എന്നാൽ കൂടുതൽ പെർഫോമൻസ് തരുന്നത് 3050 140 TGP ഉള്ള ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. കാരണം ഈ TGP കൂടുന്നതനുസരിച്ച് കൂടുതൽ തരുന്ന പെർഫോമൻസ് അതുപോലെ തന്നെ FPS എല്ലാം കൂടി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫുൾ ടൈം ഈ TGP കൂടുതലുള്ള എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എടുക്കുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് നല്ലൊരു TGPൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എടുക്കുക. ഇനി അതല്ല ചെറിയൊരു ഡിഫറൻസ്, ഒരെണ്ണം 40 ഒരെണ്ണം 80 ഒക്കെ ആണെങ്കിൽ അതിൽ ഏതാണ് ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് അത് എടുക്കാൻ ശ്രമിക്കുക. ഈ 5 കാര്യങ്ങൾ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് പറ്റിയ ലാപ്ടോപ്പ് ഏതാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നിങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് പറ്റിയ മോഡൽ ഏതാണെന്ന് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഒറ്റയടിക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ പോകരുത്. നിങ്ങൾ ഏത് ലാപ്ടോപ്പ് ചോദിച്ചാൽ ആ മോഡലിൽ ഒരു സ്പെസിഫിക് റിവ്യൂ ആണ്. എന്നിട്ട് നിങ്ങൾ സെക്കൻഡറി കാര്യങ്ങൾ നോക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീക്കർ എങ്ങനെയുണ്ട്, ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി റാമോ അല്ലെങ്കിൽ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് എക്സ്പാൻഡബിൾ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോർട്സുകൾ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത മോഡലിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് കൺഫേം ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ചില മോഡൽ മദർ ബോർഡിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്, അങ്ങനെ ചില മോഡൽ വേഗം കംപ്ലൈൻറ്റ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും റിവ്യൂ ആണ്, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ഞാൻ തന്നെ ലാപ്ടോപ്സുകൾ കണ്ടുപിടിച്ച് തരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.